മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ളൊരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 24ാമത്തെ സെഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രീവിയസ് സെഷൻ്റെ ഒന്നും കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു സെഷനല്ല, മറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അഷ്യൂറിൽ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫ്രീ അക്കൗണ്ടിൽ നമുക്കൊരു ക്രെഡിറ്റ്, അതായത് അറൗണ്ട് 14,000 ഇന്ത്യൻ റുപ്പീസ് നമുക്കൊരു ഫ്രീ ക്രെഡിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രീ ക്രെഡിറ്റ് നമുക്ക് ഫസ്റ്റ് 30 ഡേയ്സിനായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രീ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് നമുക്ക് 12 മന്ത്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ആ ഒരു സെഷനിൽ തന്നെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡോക്യുമെൻ്റ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാത്തവർ ഒന്നുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുക എന്തൊക്കെയാണ് നമുക്ക് ഫ്രീ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 30 ഡേയ്സ് കഴിഞ്ഞവർക്ക് 30 ഡേയ്സ് കഴിഞ്ഞ് ആ ഒരു ഡേയ്സ് നമുക്ക് 30 ഡേയ്സിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫ്രീ സർവീസസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ട്രൈ ചെയ്യുകയാണ്. വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ആദ്യം, അതായത് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു ഫ്രീ ട്രയൽ എന്നായിരുന്നു ഒന്ന് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഡിസേബിൾഡ് ആയെന്നും പറഞ്ഞ് കാണിക്കുന്നു. കാരണം ഇപ്പോൾ 30 ഡേയ്സ് ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് പുതുതായിട്ട് നമുക്ക് ഇനി ഈ ഒരു ഫ്രീ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ലാബ്സ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസസ് അവൈലബിൾ ആണ്. 12 മന്ത്സ് ഫ്രീ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ, ഈ ഒരു ലിങ്ക് ഫസ്റ്റ് ആ ഒരു സെഷനിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒന്നുകൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ 12 മന്ത്സ് നമുക്ക് ഇനിയും അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ആദ്യം തന്ന നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ഇത്രയും ഒരു എമൗണ്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രീ സർവീസസ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയുള്ളായിരുന്നു. നമുക്ക് എക്സ്ട്രാ ചാർജ് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് എക്സ്പയർ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ പറഞ്ഞ 12 മന്ത്സ് ലിമിറ്റിനകത്തുള്ള ഫ്രീ സർവീസസിന് എക്സ്ട്രാ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എക്സ്ട്രാ ബില്ലാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ലാബ്സ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുക, ലാബ് സെഷൻ കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഈ FAQs ഒന്ന് വളരെ കറക്റ്റായിട്ടൊന്ന് വായിച്ചെങ്കിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡു ഐ ഹാവ് ടു പേ സംതിങ് ആഫ്റ്റർ 30 ഡേയ്സ് എന്ന് അങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് 30 ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ കണ്ടിന്യൂ യൂസ് യുവർ ഫ്രീ പ്രൊഡക്ട്സ് ആഫ്റ്റർ യു അപ്ഗ്രേഡ് യുവർ അക്കൗണ്ട്. അപ്പോൾ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് ഈ 30 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളൊന്ന് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ഫ്രീ അക്കൗണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു പേ ആസ് യു ഗോ പ്രൈസിങ് എന്ന് പറഞ്ഞൊരു മോഡലിലായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നിരുന്ന ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പോൾ നമ്മൾ എക്സ്പയർ ആയി കഴിഞ്ഞു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി കിട്ടില്ല. പക്ഷേ നമുക്ക് ഫ്രീ സർവീസസ്, ഇവിടെ തന്നിരിക്കുന്ന ഫ്രീ സർവീസസ് എല്ലാം തന്നെ നമുക്ക് ഓരോ മന്ത്ലിയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സർവീസസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ലിമിറ്റിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെൻഡിങ് ലിമിറ്റും നമുക്കിപ്പോൾ റിമൂവ് ആവും. അങ്ങനെ ഒരു സ്പെൻഡിങ് ലിമിറ്റൊന്നും നമുക്ക് ഇനിയില്ല. നമുക്ക് എന്ത് സർവീസ് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ നമുക്ക് വേറെ എന്ത് നമ്മളെടുത്ത് യൂസ് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലിമിറ്റൊന്നുമില്ല. പക്ഷേ അതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഈ ഒരു പേ ആസ് യു ഗോ മോഡലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. കാരണം ഇനി അങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇനി ലാബ് സെഷൻസ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക. അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. നിങ്ങളുടെ മെനുവിൽ നിന്ന് കോസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ എടുക്കുക. അങ്ങനെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ FAQൽ തന്നിട്ടുള്ളതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്താലും മതി. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പേ ആസ് യു ഗോ എന്നും പറഞ്ഞിട്ട്. നമുക്ക് കറൻസി ഇന്ത്യൻ റുപ്പീസിലാണ്. നമുക്കിവിടെ പർച്ചേസ് നൗ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ ആ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് മെനു എടുക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സബ്സ്ക്രിപ്ഷൻ എക്സ്പയർ ആയെന്നും പറഞ്ഞ് ഇവിടെ കാണിക്കും. നമുക്ക് അവിടെ നമുക്ക് വ്യൂ ഓൾ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ഇവിടെ എടുക്കാം. കണ്ടില്ലേ, വ്യൂ ഓൾ സബ്സ്ക്രിപ്ഷൻസ് എടുത്ത് നമുക്കിവിടെ ന്യൂ സബ്സ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. ന്യൂ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ FAQൻ്റെ ലിങ്ക് എടുത്ത് ഇവിടെ കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരേ ലിങ്ക് തന്നെയാണ് ഇവിടെ ഓപ്പണായി വരുന്നത്. ഇപ്പോൾ സെലക്ട് ആൻഡ് ഓഫർ ഫോർ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അതിൽ പേജ് ലോഡായി വരാനായിട്ട്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഫ്രീ ട്രയൽ നമുക്ക് ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞു. നമുക്ക് അടുത്ത് നമുക്കിനി നമുക്ക് പേ ആസ് യു ഗോ എന്നും പറഞ്ഞൊരു
മോഡലിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരുപാട് ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് എലിജിബിലിറ്റി ഉള്ളവർക്ക് അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിന് വേണ്ടിയിട്ട് അതിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ചെക്കിംഗ് ഓൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1 or 2 minutes അതിങ്ങനെ നമുക്ക് ടൈം എടുക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇവിടുത്തെ ഈ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളിവിടെ വായിച്ച് നോക്കാം. നിങ്ങളുടെ പാൻ ഐ ഡി കൊടുക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു പ്രൊവൈഡ് യുവർ സർവീസ് യൂസേജ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇവിടെ കാണാം. നിങ്ങളിവിടെ വായിച്ച് നോക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ FAQ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നെല്ലാം വായിച്ച് നോക്കി വളരെ കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപ്ഗ്രേഡ് ചെയ്യുക ആവശ്യമുള്ളവർ. അപ്ഗ്രേഡ് ടു കണ്ടിന്യൂ വിത്ത് യുവർ Azure account and avoid losing access to products you have been using. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് FAQസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ഹിയർ ടു പ്രൊവൈഡ് യുവർ സർവീസ് യൂസേജ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ ഫില്ല് ചെയ്ത ശേഷം നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു വീഡിയോ. അപ്പോൾ അത് ഞാനിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇവനോട് ഒരു പാൻ ഐ ഡി കൊടുക്കണം. പാൻ ഐ ഡി ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ പ്ലാൻ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ പ്ലാൻ ചൂസ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് പ്ലാൻ നമുക്കിവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സപ്പോർട്ട് പ്ലാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതായത് ബേസിക് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ടീംസ് ദാറ്റ് നീഡ് ബില്ലിംഗ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് ഡു നോട്ട് റിക്വയർ ടെക്നിക്കൽ സപ്പോർട്ട്. അപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ട് എക്സ്ട്രാ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് പ്ലാൻ തന്നെ കൊടുത്താൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കിവിടെ വെരിഫൈ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ അപ്ഗ്രേഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി അപ്ഗ്രേഡഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് ഇവിടെ വരും. നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി അപ്ഗ്രേഡഡ് ടു പേ ആസ് യു ഗോ ഒരു മോഡലിലോട്ട് നമ്മളിപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് യൂസ് ചെയ്തൊരു മെയിൽ ഐ ഡി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു മെയിലിലോട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയുന്നതിനും നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷൻ അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളൊരു തെളിവ് നിങ്ങൾക്ക് അവിടെ നിന്ന് സാധിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൈസിങ് കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. നമ്മൾ ഇനി എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് നമ്മൾ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെയിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു പേ ആസ് യു ഗോ മോഡലിലോട്ട്. അപ്പോൾ നമുക്കൊരു ഫ്രീ റിസോഴ്സ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ 12 months ഫ്രീ ഉള്ള നമ്മൾ വിർച്വൽ മെഷീൻ നമ്മളിപ്പോൾ എടുത്തു. അത് നമ്മൾ വിൻഡോസ് വിർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ആ ഒരു ഡിസേബിൾഡ് എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ മാറി. ഇപ്പം ആ പേര് ഫ്രീ ട്രയൽ തന്നെയാണ്. നമുക്കിപ്പോൾ 1 year ഫ്രീ ട്രയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പഴയതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അതായത് നമ്മുടെ ഫ്രീ സർവീസിൽ നിന്ന് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീ സർവീസ് അതായത് ഈ ഒരു ലിസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ 1 year നമുക്ക് മന്ത്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസസ് എന്നുള്ളത് 12 months. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡിഡക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ് ഇല്ല. അതായത് നമുക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്തിരുന്ന അറൗണ്ട് ആ ഒരു 13,000 അല്ലെങ്കിൽ 14,000 rupees ക്രെഡിറ്റ് ഇല്ല. പകരം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ചാർജ് ചെയ്യുന്നതായിരിക്കും, ബില്ല് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ ഇനിയുള്ള ലാബ് സെഷൻസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇവിടെ സൈസൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സൈസ് മാത്രം സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ സെലക്ട് ചെയ്യുന്നതിന് ലിമിറ്റൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഞാനിന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഇത് ചെയ്യാതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള സെഷൻസ് നമുക്ക് ലാബ് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ പുതിയൊരു ഫ്രീ അക്കൗണ്ട് വീണ്ടും 30 days ലിമിറ്റ് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം പുതിയ അക്കൗണ്ട്സ്. അപ്പോൾ അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ്സ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അഷ്യൂറിൻ്റെ അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ദയവേദം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. ഞാൻ കഴിയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇനിയും ക്ലാസ് ഒരുപാട് സെഷൻസ് നമുക്ക് ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ എല്ലാം ഞാൻ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓരോ സെഷൻ ബൈ സെഷനായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷൻ അടുത്തൊരു സെഷൻ ലാബാണ് വരുന്നത്. അതായത് സ്കെയിൽ സെറ്റ്സിൻ്റെ ലാബാണ് അടുത്ത സെഷൻ വരുന്നത്. അപ്പോൾ അതാരും വിട്ടുപോകാതെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇനി.